ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 3-ലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്യൂസൻ ഗ്ലാസ്പെൽ എന്ന റൈറ്റർ എഴുതിയിട്ടുള്ള ട്രൈഫിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ആണ്. ഓക്കെ, സോ സ്യൂസൻ ഗ്ലാസ്പെൽ, ഷീ ഈസ് ആൻ അമേരിക്കൻ പ്ലേ റൈറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് ദ പ്രൊവിൻസ്റ്റൗൺ പ്ലേയേഴ്സ് തിയേറ്റർ ഗ്രൂപ്പ്. ആൾ അമേരിക്കൻ പ്ലേ റൈറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ പ്രൊവിൻസ്റ്റൗൺ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പ് അമേരിക്കയിലെ ഡ്രാമാറ്റിക് മൊമെൻറ്റുകൾ, എസ്പെഷ്യലി ഫെമിനിസ്റ്റ് ഡ്രാമാറ്റിക് മൊമെൻറ്റുകളിൽ വളരെ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ള ഒരു തിയേറ്റർ ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിലൊരാളാണ്. ദെൻ ഷീ ഈസ് നോൺ ആസ് എ ഫെമിനിസ്റ്റ് റൈറ്റർ ആൻഡ് ഓൾസോ എ പ്രാക്ടീഷണർ. ഫെമിനിസ്റ്റ് റൈറ്ററും പ്രാക്ടീഷണറുമായിരുന്നു സൂസൻ ഗാസ്പെൽ അമേരിക്കയിൽ. ആൻഡ് ഷീ റോട്ട്, ആളും എഴുതിയ മേജർ തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓൺ റൈറ്റ്സ് ഓഫ് വിമൻ, വിമൻസ് പ്രോബ്ലംസ്, അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇൻഡിപെൻഡൻസ്, ഇക്വാലിറ്റി, എക്സെട്ര. സോ ഇതെല്ലാമാണ് സ്യൂസൻ ഗ്ലാസ്പെൽ മെയിനായിട്ട് റൈറ്റ് ചെയ്തിരുന്ന മേജർ തീമുകൾ. ഓഥറിനെ കുറിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് എസ്സേസിലും അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യനിലും ആഡ് ചെയ്യാവുന്ന സിമ്പിൾ പോയിന്റ്സ്. ഇനി നമ്മുടെ പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ട്രൈഫിൾസ് ദീസ് എ ഫെമിനിസ്റ്റ് പ്ലേ, okay, which discusses the problems of domesticated women in a patriarchal society. ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നതും തീരുമാനങ്ങൾ വരെ ഫീമെയിൽസിൻ്റെ കൺട്രോൾ ചെയ്യുന്നതും മെയിൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്ന് പറയാം. അവിടെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന, വീടിന് ചുറ്റുമായിട്ട് ഒതുങ്ങുന്ന വിമൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേ ആണ് ട്രൈഫിൾ. ഇത് ഒരു ഡിക്റ്റേറ്റീവ് ഫിക്ഷൻ്റെ മൂഡിലാണ് ഈ ഒരു പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കൊലപാതകം, ആ കൊലപാതകത്തിൻ്റെ അന്വേഷണം, കൊലയാളിയെ തേടിപ്പോകുന്ന ഒരു അന്വേഷണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലേ മൊത്തത്തിൽ ഒരു അതിൻ്റെ ഒരു ടൈം ലൈൻ പോകുന്നത്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് എ ഡിക്റ്റേറ്റീവ് ഫിക്ഷൻ വെർ വിമൻ ഷോ ബ്രില്യൻറ്റ് സ്കിൽസ് ലൈക്ക് ഒബ്സർവേഷൻ ആൻഡ് ഡിഡക്ഷൻ. സോ വിമൻ ഡിഡക്ഷൻ സ്കിൽസ്, അതേപോലെ തന്നെ ഒബ്സർവേഷൻ സ്കിൽസ് വളരെ ബ്രില്യൻ്റ് ആയി കാണിക്കുന്ന ഒരു പ്ലേ കൂടിയാണ്. ദെൻ ദ പ്ലേ റൈറ്റ് യൂസസ് മെനി സിംബൽസ് ലൈക്ക് റോക്കിംഗ് ചെയർ, ബേർഡ് കേജ്, ക്വിൽറ്റ്, പ്രിറ്റി ബോക്സസ് ടു കൺവേ ദ ക്യാരക്ടറൈസേഷൻ ആൻഡ് മേജർ തീം ഓഫ് ദ പ്ലേ. ഇതൊരു ഫെമിനിസ്റ്റ് പ്ലേ ആയതുകൊണ്ട് തന്നെ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഒരുപാട് ഇമേജറീസും സിംബോളിസംസും നമ്മുടെ പ്ലേ റൈറ്റ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് എക്സാമ്പിളാണ് ഈ ഒരു പ്ലേയിൽ കാണിക്കുന്ന റോക്കിംഗ് ചെയർ, ബേർഡ് കേജ്, ക്വിൽറ്റ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈലാണ്, ഒരു തരം ക്ലോത്താണ്. പ്രെറ്റി ബോക്സസ്, ഈ ആഭരണങ്ങളെല്ലാം ഇട്ട് വയ്ക്കുന്ന ബോക്സസ്, ഇങ്ങനത്തെ ഒരുപാട് സിമ്പിൾസ് ആൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ പ്ലേയിലേക്ക് കിടക്കാം. പ്ലേയിലെ മേജർ ക്യാരക്ടറുകൾ, ഈ 7 ക്യാരക്ടറുകളാണ് മേജർ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മിസ്റ്റർ ജോൺ റൈറ്റ്. മിസ്റ്റർ ജോൺ റൈറ്റ്, ആളുടെ വൈഫ് സെക്കൻഡ് ക്യാരക്ടർ മിസ്സസ് ജോൺ റൈറ്റ്. ഈ പ്ലേ തുടങ്ങുന്ന സമയത്ത് മിസ്റ്റർ ജോൺ റൈറ്റ് മർഡർ ചെയ്യപ്പെട്ട ഒരു ന്യൂസാണ് അറിയുന്നത്. ആൾ മർഡർ ചെയ്യുന്നത് കഴുത്തിൽ കയറ് വെച്ചിട്ട് ആണ് കില്ല് ചെയ്തിരിക്കുന്നത്. സോ ജോൺ റൈറ്റ് ആക്ച്വലി പ്ലേ തുടങ്ങുമ്പോൾ മരിച്ചിരിക്കുകയായിരുന്നു, മേർഡേർഡ് ആയിരുന്നു. മിസ്സസ് ജോൺ റൈറ്റിനെയാണ് ഈ ഒരു മേർഡറിന് അക്യൂസ് ചെയ്യപ്പെട്ടിരുന്നത്. അതായത് തെളിവുകൾ അവർ ശേഖരിച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന വേറൊരു വ്യക്തി മിസ്സസ് ജോൺ റൈറ്റ് ആയതുകൊണ്ട് അവരെ ആ ഒരു കൊലപാതകം നടത്തിയത് അവരാണെന്ന് അക്യൂസ് ചെയ്യപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇനി തേർഡ് ക്യാരക്ടർ ലൂയിസ് ഹെയിൽ, ആളുടെ വൈഫാണ് മിസ്സസ് ഹെയിൽ. ഇവിടെ ഞാൻ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണക്ഷൻ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മിസ്റ്റർ ജോൺ റൈറ്റ്, ആളുടെ വൈഫ് മിസ്സസ് ജോൺ റൈറ്റ്. ദെൻ നെക്സ്റ്റ് ലൂയിസ് ഹെയിൽ, ആൾ ഒരു നെയ്ബറാണ്, ഹീസ് ഓൾസോ എ ഫാർമർ. ആളുടെ വൈഫ് മിസ്സസ് ഹെയിൽ, അതുപോലെ തന്നെ ലൂയിസ് ഹെയിലിൻ്റെ വൈഫാണ്. നെക്സ്റ്റ് ഹെൻറി പീറ്റേഴ്സ്, അവർ അവിടുത്തെ കൗണ്ടിയിലെ ഷെറിഫ്, അവരുടെ നമ്മളെ വില്ലേജിലുള്ള ഒരു ഹെഡ്, ഒരു നിയമം നടപ്പാക്കുന്ന ഒരാൾ, ഒരു പോലീസിനെ പോലെ തന്നെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ, അവരുടെ വൈഫാണ് മിസ്സസ് പീറ്റേഴ്സ്. ഇനി വേറൊരു ക്യാരക്ടർ ഉള്ളത് മിസ്റ്റർ ജോർജ് ഹെൻഡേഴ്സൺ, ആൾ കൗണ്ടി അറ്റോർണിയാണ്. ഓക്കെ, നിയമം ആയിട്ട് ഡീൽ ചെയ്യുന്നത്, നമ്മൾ വക്കീൽ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു വ്യക്തിയാണ്, വക്കീൽ പോലത്തെ സ്ഥാനമുള്ളൊരു വ്യക്തി. ഇതിൽ ഈ ആദ്യത്തെ ക്യാരക്ടർ മിസ്റ്റർ ജോൺ റൈറ്റും മിസ്സസ് ജോൺ റൈറ്റും അല്ലാതെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും മാത്രമാണ് സ്റ്റേജിൽ ഉണ്ടാവുന്നുള്ളൂ, പ്രസൻസ് വരുന്നുള്ളൂ. ഈ 2 കഥാപാത്രങ്ങൾക്ക് സ്റ്റേജിൽ പ്രസൻസ് ഇല്ല. ഓക്കെ, 7 ക്യാരക്ടറിൽ ഈ 5 ക്യാരക്ടറുകൾ മാത്രമേ സ്റ്റേജിൽ വരുന്നുള്ളൂ, മിസ്റ്റർ ജോൺ റൈറ്റും മിസ്സസ് ജോൺ റൈറ്റും ഒഴികെ. ഓക്കെ, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യണം. ദെൻ
ഇനി നമുക്ക് പ്ലേയുടെ സമ്മറിയിലേക്ക് കടക്കാം. സമ്മറിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. സമ്മറി ഓഫ് ദ പ്ലേ. ഈ ഒരു പ്ലേ, ദ പ്ലേ ഈസ് അബൌട്ട് ദ മർഡർ മിസ്റ്ററി ഓഫ് മിസ്റ്റർ ജോൺ റൈറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് മിസ്റ്റർ ജോൺ റൈറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മർഡറും അതിൻ്റെ ഒരു മിസ്റ്ററി ഓഫ് ഇൻവെസ്റ്റിഗേഷനുമാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. മിസ്റ്റർ ജോൺ റൈറ്റ് ആണ് മർഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പ്ലേയിലെ 7 ക്യാരക്ടറുകൾ ടോട്ടൽ ഉള്ളതിൽ 5 ക്യാരക്ടേഴ്സ് ആണ് സ്റ്റേജിൽ വരുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് തൊട്ട് മുന്നേ ക്യാരക്ടേഴ്സ് കാണിച്ചപ്പോൾ. ഇനി ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്താ കഴിഞ്ഞാൽ മിസ്റ്റർ ജോൺ റൈറ്റും മിസ്സസ് ജോൺ റൈറ്റും ആണ് ഈ ഒരു സ്റ്റേജിൽ വരാത്ത 2 വ്യക്തികൾ. ഓക്കെ, സോ ബിഫോർ ദ പ്ലേ സ്റ്റാർട്ട്സ്, മിസ്റ്റർ ജോൺ റൈറ്റ് ഹാസ് ബീൻ മർഡേർഡ് ആൻഡ് മിസ്സസ് റൈറ്റ് ഈസ് സസ്പെക്റ്റഡ് ആൻഡ് അറസ്റ്റഡ്. മിസ്സസ് ജോൺ റൈറ്റിനെയാണ് മിസ്റ്റർ ജോൺ റൈറ്റിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്യൂസ് ചെയ്യപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്ത് എന്താ പറയുക, അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. സോ വെൻ ദ പ്ലേ ബിഗിൻസ്, ഓൾ ദ 5 ഓൺ സ്റ്റേജ് ക്യാരക്ടേഴ്സ് ആർ സീൻ ഇൻ ദ ഫാം ഹൗസ് ഓഫ് മിസ്റ്റർ ജോൺ റൈറ്റ്. ഇപ്പോൾ കൊലപാതകം നടന്ന വീട്ടിൽ ഈ 2 കഥാപാത്രങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും പ്രസൻ്റ് ആണ്. ഓക്കെ, കൊലപാതകം നടന്ന വീട്ടിൽ ലൂയിസ് ഹെയിലും ആളുടെ ഭാര്യ, അതുപോലെ ഹെൻറി പീറ്റേഴ്സ് ആളുടെ ഭാര്യ, അതുപോലെ തന്നെ മിസ്റ്റർ ജോർജ് ഹെൻഡർസൺ കൺട്രി അറ്റോർണി ആളും എല്ലാവരും കൂടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ വരികയാണ്, ക്ലൂസ് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ആദ്യം പോകുന്നത് കിച്ചണിലേക്കാണ്. ഓക്കെ, ദേ ഫൈൻഡ് എ കിച്ചൺ ഇൻ എ മെസ്സി സ്റ്റേറ്റിലേക്ക്. ഒരു കിച്ചണിലേക്ക് കിടക്കുമ്പോൾ അത് ആകെ വൃത്തികേട്, ഒന്നും ഓർഡറിലല്ലാതെ ഒരു വളരെ മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോൾ ഈ മിസ്റ്റർ ഹെയിൽ, ഇവരുടെ നെയ്ബറായിട്ടുള്ള മിസ്റ്റർ ഹെയിൽ തൊട്ട് മുന്നേ ഇവർ നടന്ന കാര്യങ്ങൾ, ഇവൻറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്, സംസാരിക്കുകയാണ്. ഹി സേസ് വൈ ഹി വിസിറ്റഡ് മിസ്റ്റർ റൈറ്റ്സ് ഹൗസ്. He informs about the nervousness of Mrs. Wright sitting on a chair. She said that Mr. John Wright died with a rope around his neck. He also tells Mr. Henderson about the act of calling Mr. Peters to inspect the dead body. So, ഈ ഒരു മിസ്റ്റർ എന്താ പറയുക, പ്രീവിയസ് ഡേ മിസ്റ്റർ ഹെയിൽസ് ഇവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു മിസ്സസ് റൈറ്റ് ഒരുപാട് നെർവസ് ആയിട്ട് ചെയറിലിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർ നെർവസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കാര്യം ആളവിടെ ഡിസ്കസ് ചെയ്യാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഒബ്സർവ് ചെയ്യുന്നത് ജോൺ റൈറ്റ് മരിച്ചത് ഹി ഡൈഡ് വിത്ത് എ റോപ്പ് അറൗണ്ട് ഹിസ് നെക്ക്. കഴുത്തിലൊരു റോപ്പ്, കയറ് കെട്ടിയിട്ട് വലിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. അത് ഇവർ ഐഡന്റിഫൈ ചെയ്യാണ്. അതുപോലെ തന്നെ ഈ മിസ്റ്റർ ഹെയിൽ പറയാണ്, ലൂയിസ് ഹെയിൽ പറയാണ്, നമ്മൾ എന്താ പറയുക, ഹെൻറി പീറ്റേഴ്സ് കൗണ്ടി ഷെറിഫായിട്ടുള്ള ഹെൻറി പീറ്റേഴ്സിനെ കൂടെ വിളിച്ചിട്ട് എന്താ പറയുക, ഡെഡ് ബോഡി ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറയണം എന്ന് പറയാണ്. ഓക്കെ, സോ മിസ്റ്റർ ഹെൻഡേഴ്സൺ ആള് അവിടുത്തെ കൺട്രി അറ്റോർണി ആണെന്ന് പറഞ്ഞു. മിസ്റ്റർ ഹെൻഡേഴ്സൺ ബിഗിൻസ് ഹിസ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ദ കിച്ചൺ. അവരെല്ലാവരും കിച്ചണിലാണ് ആദ്യം പോയത്. സോ ദേ ബിഗിൻസ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ദ കിച്ചൺ. സോ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു കിച്ചൺ വളരെ മെസ്സി ആയിരുന്നു. അപ്പോൾ മിസ്റ്റർ ഹെൻഡേഴ്സൺ എന്താ പറയുക, ഹി മേക്സ് ഫൺ ഓഫ് മിസ്സസ് റൈറ്റ്സ് ഹൗസ് കീപ്പിംഗ് സ്കിൽ. ആ ഒരു സമയത്ത് വെച്ചിട്ട് ഒരു മർഡർ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇവർ. അപ്പോൾ മിസ്റ്റർ ഹെൻഡേഴ്സൺ എന്ന് പറയുന്ന ആള് ഈ മിസ്സസ് റൈറ്റിന്റെ കിച്ചൺ ഇത്ര മെസ്സിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ നമ്മൾ പറയില്ലേ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഒരു വുമൺ ഇങ്ങനെയാണോ, വൃത്തികേടായിട്ടിടണോ, അങ്ങനെ ഒരു രീതിയിലൊരു സംസാരം വരുന്നുണ്ട്. അപ്പോൾ ഇത് മിസ്സസ് ഹെയിലിനും മിസ്സസ് പീറ്റേഴ്സിനും അത്ര ഇഷ്ടപ്പെടുന്നില്ല. മിസ്സസ് ഹെയിൽ ആൻഡ് മിസ്സസ് പീറ്റേഴ്സ് ഡോണ്ട് ലൈക്ക് ഹെൻഡേഴ്സൺസ് മോക്കറി അഗെയിൻസ്റ്റ് വിമൻ. അപ്പോൾ എല്ലാ വിമനും ഇതുപോലെ മെസ്സിയാണ്, അല്ലെങ്കിൽ വിമൺ ഇങ്ങനെ മെസ്സി ആയിട്ട് ഇടുന്നത് അങ്ങനെയുള്ള രീതിയിൽ കമന്റ് ചെയ്തപ്പോൾ, ഹെൻഡേഴ്സൺ കമന്റ് ചെയ്തപ്പോൾ ഈ 2 സ്ത്രീകൾ മിസ്സസ് ഹെയിലും മിസ്സസ് പീറ്റേഴ്സിനും അത് ഇഷ്ടാവുന്നില്ല, ഈ ഒരു വിമനെ മോക്കറി അല്ലെങ്കിൽ മോക്കിംഗ് കളിയാക്കുന്ന രീതിയിൽ പറയണത്. ദേ ഓൾസോ ഫീൽ ബാഡ് അറ്റ് ദ ഡയലോഗ് ഓഫ് മിസ്റ്റർ ഹെയിൽ. അതുപോലെ തന്നെ മിസ്റ്റർ ഹെയിലും ആ ഒരു ടൈമിൽ ഒരു കിച്ചണിന്റെ എന്താ പറയുക, ആ ഒരു ക്ലെൻലിനെസ്സിനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ ഒരു വുമനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞതും അവരെ സപ്പോർട്ട് ചെയ്തില്ല. ദേ സപ്പോർട്ട് മിസ്സസ് റൈറ്റ്സ് ഹൗസ് കീപ്പിംഗ് സ്കിൽസ്. ദേ ഗെറ്റ് പെർമിഷൻ ഫ്രം ഹെൻഡേഴ്സൺ ടു ടേക്സ് ക്ലോസ് ഫോർ മിസ്സസ് റൈറ്റ്. സോ അവർക്ക് എന്താ പറയുക, അവർ മിസ്സസ് ഹെയിലിനെ കളിയാക്കാതെ അവർ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ ഹൗസ് ഹോൾഡ് സ്കിൽസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ 2 സ്ത്രീകളും സംസാരിച്ചത്. എന്നിട്ട് അവർ എന്താ പറയുക, മിസ്സസ് റൈറ്റിന് അവരുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പുതിയ ക്ലോത്ത്സ് കൊണ്ടു കൊടുക്കാനുള്ള പെർമിഷൻ ചോദിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. സോ അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഇവർ അലോ ചെയ്യാണ്, പെർമിഷൻ കൊടുക്കുകയാണ്. അവർക്ക് വേണ്ട, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, സോ ഒരു ക്ലോത്ത്സ് കൊടുക്കാനുള്ള ഒരു പെർമിഷൻ ഇവർക്ക് ഓക്കെ കൊടുക്കുകയാണ്. പിന്നെ
ഈ ക്ലോസ് എല്ലാം കൊടുത്ത് തിരിച്ചു വന്ന് മിസ്സസ് ഹെയിലും മിസ്സസ് പീറ്റേഴ്സും they started talking about various trifle related to Mrs. Wright and the men searching for proof in different places. സോ ഇവർ പിന്നെ തിരിച്ചു വന്നിട്ട് ഇവർ ഓരോ മിസ്സസ് റൈറ്റിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ ട്രൈഫിൽ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ആക്ച്വലി ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സംതിങ് ലെസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു മീനിങ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അത് ഇൻഡയറക്ട്ലി കാണിക്കുന്നത് പണ്ട് കാലത്ത് വിമൻ്റെ ഒപ്പീനിയനും വിമൻ്റെ ഐഡിയാസ്, അതേപോലെ തന്നെ വിമൻ്റെ എഡ്യൂക്കേഷൻ, വിമൻ്റെ പെർസ്പെക്റ്റീവ്, ഇതിനൊക്കെ പണ്ട് ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ട്രൈഫിൾസ് എന്ന് പേര് കൊടുക്കാൻ കാരണം. ഇവിടെയും ഈ വിമൻസിൻ്റെ ഒപ്പീനിയൻ, അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾക്ക് മെന്ന് ഒപ്പീനിയൻ കൊടുക്കണില്ല അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഒരു ട്രൈഫിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസ് വരുന്നത്. ഇവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആക്ച്വലി ഈ കേസ് വരെ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലേയിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നില്ല എന്നൊരു മീനിങ് ആണ് ഈ ഒരു പ്ലേയിൽ കൺവേ ആവുന്നത്. സോ ഇവരിങ്ങനെ ഈ മിസ്സസ് റൈറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ബാക്കിയുള്ള മെന്ന് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ആണുങ്ങളെല്ലാവരും ഡെഡ് ബോഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയിട്ട് അവരുടെ ബോഡി അനലൈസ് ചെയ്യുക, സ്പെസിമെൻ പരിശോധിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സോ അവർ പറയാണ് മിസ്സസ് ഹെയിൽ സേസ് ദാറ്റ് മിസ്സസ് റൈറ്റ് വാസ് എ popular singer in the 30 years back and when she was known as മിന്നി ഫോസ്റ്റർ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ ഓരോരോ വിശേഷങ്ങൾ പറയുകയാണ് മിസ്സസ് റൈറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവർ 30 വർഷം മുന്നേ അവർ ബാക്ക് ദെൻ ഷി വാസ് നോൺ ആസ് മിന്നി ഫോസ്റ്റർ. ഓക്കെ, ഒരു ഫേമസ് ആയിട്ടുള്ള പാട്ട് പാടുന്ന ഒരു സ്ത്രീയായിരുന്നു. മിന്നി ഫോസ്റ്റർ എന്നൊരു ടൈറ്റിൽ നെയിം അവർക്ക് ഉണ്ടായിരുന്നു. അവരന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഷീ വോർ ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ആൻഡ് ഷീ സാങ് റിയലി വെൽ. ഓക്കെ, അപ്പോൾ ഈ മിന്നി ഫോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആരാന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ബോത്ത് വിമൻ കം ടു നോ അബൌട്ട് മിസ്സസ് റൈറ്റ്സ് നെർവസ്നെസ് വൈൽ ദേ ഇൻസ്പെക്ട് ഹെർ ക്വിൽറ്റ്. മെൻ laugh again and discussion of women regarding these silly trifles. അപ്പോൾ ഇവരിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെ പാസ്റ്റ്, മിസ്സസ് റൈറ്റിൻ്റെ പാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ റൂമും സെർച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കിച്ചണിൻ്റെ പല സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്വിൽറ്റ് കാണുകയാണ്. ഓക്കെ, സോ ഈ ഒരു ക്വിൽറ്റിൻ്റെ ആ ഒരു എന്താ പറയുക പൊസിഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാണുമ്പോഴും ഇവർ വളരെ ഷോക്ക്ഡ് ആവുകയാണ്. ദെൻ ഇവർ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ ക്വിൽറ്റ്, ഇവരുടെ പഴയ ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ബാക്കിയുള്ള മെന്ന് ഇവരെ കളിയാക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ ട്രൈഫിൾ ലെസ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കളിയാക്കൽ ഈ ഒരു പ്ലേയിൽ മെന്നിൻ്റെ ഭാഗത്തുനിന്ന് പല സമയത്തും ഉണ്ടാവുന്നുണ്ട്, ഈവൻ ദോ ദീസ് വിമൺ ആർ ഡൂയിങ് സംതിങ് സീരിയസ്. ഇനി ഇവർ ലേറ്റർ മിസ്സസ് പീറ്റേഴ്സ് ഫൈൻഡ്സ് എ ബ്രോക്കൺ ബേർഡ് കേജ്. ഇവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വുമൺസും സെർച്ച് ചെയ്യുന്നുണ്ട്, മെന്നും സെർച്ച് ചെയ്യുന്നുണ്ട് ക്ലൂവിന് വേണ്ടി, തെളിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വിമൺ ഉള്ളവരിൽ മിസ്സസ് പീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രോക്കൺ ബേർഡ് കേജ് കബോർഡിൽ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രോക്കൺ ബേർഡ് കേജ് ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവർ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ബ്രോക്കൺ ബേർഡ് കേജിൽ നോക്കിയപ്പോൾ ദേ ടോക്ക് അബൌട്ട് ദ മിസ്സിംഗ് ബേർഡ്. അപ്പോൾ ഈ ഒരു ബേർഡ് കേജിൽ ബേർഡും മിസ്സിംഗ് ആണ്. ഓക്കെ, സോ ഇവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ തിങ്ക് ദാറ്റ് മിസ്സസ് റൈറ്റ് മസ്റ്റ് ഹാവ് ബോട്ട് എ സിംഗിങ് ബേർഡ് ഫ്രം എ ബേർഡ് സെല്ലർ. ദേ ഫൗണ്ട് എ ബ്യൂട്ടിഫുൾ റെഡ് ബോക്സ് ആൻഡ് എ ഡെഡ് ബേർഡ് കനറി ബേർഡ് ഇൻ ഇറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബേർഡിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കബോർഡുകൾ തുറന്നപ്പോൾ ഒരു ചുവന്ന ബോക്സ്, ഓക്കെ, നമ്മൾ ഈ ആഭരണ പെട്ടിയൊക്കെ പോലെയുള്ള ഒരു ചുവന്ന ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഡെഡായിട്ട് കിടക്കുന്ന ഒരു കനറി ബേർഡിനെ കാണുന്നുണ്ട്. കനറി ബേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുരുവി പോലെയുള്ള ഒരു ചെറിയൊരു ബേർഡാണ്. ദേ നോട്ടീസ്, അപ്പോൾ ആ ബേർഡിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിനെ കില്ല് ചെയ്ത രീതി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലാണ് കില്ല് ചെയ്തിരിക്കുന്നത്. ദേ നോട്ടീസ് ദാറ്റ് ദ നെക്ക് ഓഫ് ദ ബേർഡ് വാസ് റങ്. ദേ കണക്ട് മിസ്റ്റർ ജോൺ റൈറ്റ്സ് മർഡർ ടു ദ കനറി ബേർഡ്സ് ഡെത്ത്. സോ ഈ ഒരു കനറി ബേർഡിൻ്റെ കൊന്നിരിക്കുന്നത്, ഈ പക്ഷീനെ വരെ കൊന്നിരിക്കുന്നത് അതിൻ്റെ കഴുത്തിലും എന്താ പറയുക ഒരു ചെറിയൊരു കയറ് പോലൊരു സാധനം ഇട്ടിട്ട് വലിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലാണ് കൊന്നിട്ടുള്ളത്. സോ ഇത് ഈ ഒരു സ്ത്രീകൾക്ക്, ഓക്കെ, മിസ്സസ് ഹെയിലിനും മിസ്സസ് പീറ്റേഴ്സും കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈ മരിച്ച ആളുടെ മരണമായിട്ടൊരു കണക്ഷനായിട്ട് തോന്നുകയാണ്. സോ ഇവർ പിന്നെ അന്വേഷിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കനറി ബേർഡ് എന്ന് പറയുന്നത് മിസ്സസ് റൈറ്റിന് വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു ബേർഡായിരുന്നു. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മക്കളില്ല. സോ ഈ ഒരു കിളിയെ അവർ ആക്ച്വലി അവരുടെ ഒരു അത്രയും സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത്. സോ അതുപോലെ തന്നെ ഷീ ലവ്ഡ് ഇറ്റ് റിയലി വെൽ. ഓക്കെ, സോ ഈ ഒരു സ്നേഹം ആക്ച്വലി ഇവർക്ക് അതിനോട് ഉണ്ടാവാനുള്ള കാരണം ഈ കനറി ബേർഡ് സിംഗ് ചെയ്യും, പാട്ട് പാടുന്നതാണ്. സോ പാട്ട് പാടുന്ന ഒരു കിളി കൂട്ടിലിട്ട്
ഇട്ടിട്ടുള്ള ഒരു കിളി ആക്ച്വലി അത് മിസ്സസ് റൈറ്റിനെ തന്നെയാണ്. സോ ഈ ഒരു പക്ഷിയോടുള്ള അമിതമായ സ്നേഹം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആ ഒരു ഇഷ്ടം ഈ എന്താ പറയുക മിസ്റ്റർ റൈറ്റിന് ഒരു തരം എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. സോ ആസ് എ റിസൾട്ട് ഈ മിസ്റ്റർ റൈറ്റ് കില്ല് ചെയ്തതാവും ഈ ബേർഡിനെ കഴുത്ത് ഞെരിച്ചിട്ട് എന്ന് പറയാണ്. സോ ആ കിളീനെ കൊന്ന ദേഷ്യം കണ്ടപ്പോൾ ഈ ഒരു എന്താ പറയുക മിസ്സസ് റൈറ്റ് തിരിച്ച് ആളുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ദേ കം ടു നോ വൈ എ റോപ്പ് വാസ് യൂസ് ടു murder him and just like the bird was rung around the neck. സോ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നെക്കിലാണ് ഇവർ എന്താ പറയുക റോപ്പ് വെച്ചിട്ട് കില്ല് ചെയ്തിരിക്കുന്നത്. സോ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ മിസ്സസ് റൈറ്റിൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് അഗ്രസീവ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ട്. ദേ കം ടു നോ എ റോപ്പ് വാസ് യൂസ് ടു murder him, not a gun. Mrs. Peters' experience of childhood provides her aggression and concept of revenge. Her kitten was killed by a boy with a hatchet in front of her eyes. She wanted to hurt the boy but she had no courage in them. പണ്ട് ഒരിക്കൽ ഇവരുടെ ചൈൽഡ്ഹുഡ് സമയത്ത് ആളുടെ ഒരു പെറ്റ് കിറ്റൺ, ഓക്കെ, ഒരു പൂച്ചക്കുട്ടീനെ ഒരു ബോയ് ഇതേപോലെ കില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് വാസ് കിൽഡ് ബൈ എ ബോയ്. സോ അവളുടെ ഫ്രണ്ടിൽ വെച്ചാണ് കില്ല് ചെയ്തത്. പക്ഷേ അവൾക്ക് തിരിച്ചൊന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. പക്ഷെ ഇപ്രാവശ്യം ഇയാളുടെ പെറ്റായിട്ടുള്ള ബേർഡായിട്ടുള്ള കനാറീനെ ഇവരുടെ ഹസ്ബൻഡ് ഇതേപോലെ കില്ല് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണോ ആ ബേർഡിനെ കില്ല് ചെയ്ത് അതേപോലെ തന്നെ ഇവരും ഹസ്ബൻഡിനെ കില്ല് ചെയ്തതാണ് എന്നുള്ളൊരു അസംഷനിലേക്ക് നമ്മുടെ ഈ രണ്ട് എന്താ പറയുക വിമൻസ് അവർ എത്തുകയാണ്. ഓക്കെ, ഷീ വാണ്ടഡ് ടു ടേക്ക് ദ റിവെഞ്ച് ഓൺ ദ ഹസ്ബൻഡ്. കാരണം ഇവരെ വളരെ ഇൽ ട്രീറ്റ് ചെയ്ത് വളരെ എന്താ പറയുക സഫറിങ്സ് എല്ലാം അനുഭവിപ്പിച്ചിട്ടുള്ള ഒരു മെന്നിനോടുള്ള റിവെഞ്ച് പോലെയാണ് ഇവരും അത് പരിഗണിച്ചത്. അങ്ങനെയായിരിക്കാം മിസ്സസ് റൈറ്റ് മിസ്റ്റർ റൈറ്റിനെ ഒരു എന്താ പറയുക കില്ല് ചെയ്യാൻ നോക്കിയത് എന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഇൻഫർമേഷനായിട്ട് എന്താ പറയുക ഈ ലേഡീസ് എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സ് ആയിട്ടുള്ള ആ കേസ് നോക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവർ ഈ ഒരു പരിഗണന കൊടുക്കണില്ല. ഇവർ പറയണതെല്ലാം സില്ലി ആയിട്ടുള്ള റൂൾസ് ആണ്. ഓക്കെ, ഈ ഒരു സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം തള്ളി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. സോ അതാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഹെർ എക്സ്പീരിയൻസ് ഓഫ് റിയൽ റിവെഞ്ച് ആൻഡ് തോട്ട് ഓഫ് ടൈം to make the woman connect all these things to Mrs. Wright's experience. The men get no clues whereas the women have all the proof. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്യാൻ വേണ്ടി വന്ന മെന്ന് അവരവിടെ റൂമിൽ ആളുടെ ഡെഡ് ബോഡിയും അതും ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലൂവും കിട്ടുന്നില്ല. പക്ഷേ ഈ വിമൻസ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ആക്ച്വലി ആ മർഡറിനുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള തെളിവ് തന്നെ ഉണ്ടാക്കുകയാണ്. ദ മെൻ ഗെറ്റ് നോ ക്ലൂസ് ബട്ട് ദേ റിമെയിൻ സൈലന്റ്. പക്ഷേ ഈ വുമൺ എന്താ പറയുക മിസ്സസ് റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, മിസ്സസ് റൈറ്റിനെ സംരക്ഷിക്കുകയാണ്. കാരണം അവർ പോയി പറഞ്ഞാലും അവരുടെ ഒപ്പീനിയന് ഒരു വാല്യൂ ഇല്ല, ഒരു ട്രൈഫിൽ പോലുള്ള ഒരു അവസ്ഥയായിട്ട് മാറുകയാണ്. സംതിങ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ് ആയി മാറുകയാണ്. ഈ കൺട്രി അറ്റോർണി അതുപോലെ തന്നെ അവിടുത്തെ ഷെരീഫ് ഇവരെല്ലാവരും ഒരു വേറെ തെളിവുകളൊന്നും കിട്ടാതെ ഈ മിസ്സസ് റൈറ്റിനെ ശിക്ഷിക്കാനുള്ള ഒരു തെളിവൊന്നും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോവാണ്. ഈ സ്ത്രീകളാവട്ടെ കിട്ടിയ തെളിവുകളെല്ലാം എന്താ പറയുക അവർ ബാക്കിയുള്ളവരെ കാണിക്കുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല എന്നുള്ള ഒരു എന്താ പറയുക സത്യാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ അവർ എന്താ പറയുക മിസ്സസ് റൈറ്റിൻ്റെ ആ ഒരു റെഡ് ബോക്സ്, ഈ കനാരി ബേർഡ് കണ്ടിട്ടുള്ള റെഡ് ബോക്സിനെ ഹൈഡ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, ഒരു ഫെമിനിസ്റ്റിക് പെർസ്പെക്റ്റീവ് പണ്ട് കാലത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്ന പാട്രിയാർക്കിയുടെ പവർ കാണിക്കുന്ന ഒരു പ്ലേ ആണ്. സോ ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ തീം. ഇതാണ് ഈ ഒരു പ്ലേയുടെ ഷോർട്ട് സമ്മറി.